ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേക്ക് പോയില്ലേ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേക്ക് പോയില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണുകൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂ കൊണ്ട് വീരുന്നൊരുക്കാം. ഒരു കുമ്പിൾ മണ്ണുകൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂ കൊണ്ട് വീരുന്നൊരുക്കാം. ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റും പാടാം. ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീട്ടാം, ഒരു കാറ്റിൽ കനിവിനായി പാട്ടുപാടാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഒരു നുള്ളു പൂവിരുത്തു മാല കോർക്കാം, ഒരു പുള്ളി കുയിലിനൊത്തു പൂവി നിൽക്കാം. ഒരു നുള്ളു പൂവിരുത്തു മാല കോർക്കാം, ഒരു പുള്ളി കുയിലിനൊത്തു പൂവി നിൽക്കാം. ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു രാജാ ഒരു റാണി ആയി വാഴാം. ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു രാജ ഒരു റാണി ആയി വാഴാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഈശ്വര പ്രാർത്ഥന എന്തായാലും എന്റെ
മാതാവിൻ്റെ ഒരു പാട്ട് ഇന്നലെ മഴ വിശുദ്ധയാം കന്യകളിലൂടെ അന്തിക്കിടയനെ കാണാതടങ്ങിയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങളിൽ ആട്ടിൻ പറ്റങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്നാം വാഴ്ത്തപ്പെടട്ടെ കന്മദീനഞ്ജലി സ്നേഹവാത്സല്യം ഞങ്ങൾ അനുഗ്രഹമാകട്ടെ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മൂടി ചൂടി കുരിശും ചൂമന്നിത മുക്തി വിളിക്കുന്നു ഞങ്ങൾ വീണ്ടും മുക്തി നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മനീലഞ്ജലിൻ സ്നേഹവാത്സല്യം ഞങ്ങൾ അനുഗ്രഹമാകട്ടെ. നമ്മെ പഠിപ്പിച്ച അധ്യാപകരെയും നമ്മളോടൊപ്പം പഠിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സഹപാഠികളെയും ഓർമ്മിച്ചുകൊണ്ട് അൽഫോൺസ് സംസാരിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് 50 വർഷമാണ്. ഈ 50 വർഷം എന്ന് പറയുമ്പോൾ അത്ര ചെറുതൊന്നുമില്ല, വലിയൊരു സംഗതിയാണ്. പക്ഷെ എന്നാലും നമുക്കുള്ള ചെറിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരുമൊക്കെ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അവരെയൊക്കെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് അവരുടെ ആത്മാവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് നമ്മളിൽ നിന്ന് പോയി. ഒന്ന് മെഡോണയും ഒന്ന് സ്കന്ദവുമാണ്. ബാക്കിയുള്ളവർ കാലം മുമ്പേ പോയിട്ടുണ്ടെങ്കിലും ഇവർ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ അവരുടെ ആ ഓർമ്മകൾ നമുക്ക് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് തോന്നുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രത്യേകിച്ച് മുറിച്ചാൽ മതി, അത് മുഴുവൻ നീ തിന്നണ്ട. കഴിക്കുന്ന ഞങ്ങൾ കഴിച്ചോളാം. അതെ, കിട്ടുമോ? ഓക്കെ, സ്റ്റാർട്ട്.
ഭവനം കൂടെ വെച്ച് തരാം. അതെ മതി. ഇനി നമുക്കെല്ലാം സ്ക്വയർ പീസാക്കി കട്ട് ചെയ്യാം. ഇനി പാവം കഷ്ടപ്പെടണ്ട. ഇനി അവരെല്ലാം മുറിച്ച് ഒരു പീസാക്കി കൊടുക്കാൻ ഇതിന് മാറ്റാൻ ആ വേണ്ട, അത് 2 മണിവരെ ആയിരുന്നു പണിയാണ്. അതെടുത്ത് കളഞ്ഞോ. ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാട്ടല്ല, ഒരു പാട്ട്, ഒരു പഴയ ഗാനം ഞാൻ പാടി. കടലേ നീലക്കടലേ കടലേ നീലക്കടലേ നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ, കടലേ നീലക്കടലേ ഒരു കടലേ നീലക്കടലേ പ്രേമ കവിതകൾ എഴുതുന്നു ആരോ മലാളി, ആരോ മലാളി അരികിലിരുന്നത് പാടിത്തരുവാൻ ആരോ മലാളി നീ വരുമോ, കടലേ നീലക്കടലേ കടലല പാടി കടലും പാടി കഥനം നിറയും ഗാന
ഗാനങ്ങൾ കടലല പാടി കടലും പാടി കടലം നിറയും ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ ആരോ മലാളെ നീയെവിടെ ആകാശമകലെ ആശയുമകലെ ആരോ മലാളെ നീയെവിടെ ആരോ മലാളെ നീയെവിടെ കടലേ നീലക്കടലേ നിന്നാവിലും നീർന്ന ചിന്തകത്തുന്നു നീർന്ന ചിന്തകത്തുന്നു കടലേ നീലക്കടലേ. Thank you. 50 വർഷം സ്കൂളിൽ നമ്മൾ ഇറങ്ങി. അപ്പൊ അതത്ര ചെറിയ സംഭവമല്ല 50 വർഷം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ 50 വർഷം എന്നും നമുക്ക് 5 വർഷമായിട്ട് ചുരുക്കില്ല. പക്ഷെ അത് നമ്മുടെ മനസ്സാണ്. ഇന്നിവിടെ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരികൾ പറഞ്ഞത് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ പറഞ്ഞത് ഒരു 1 ഡേ ട്രിപ്പ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. പക്ഷെ അത് രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോൾ എല്ലാവരും വീടെത്തണം. ആ രൂപത്തിലുള്ള രീതിയിലായിരിക്കണം ട്രിപ്പ് പ്ലാൻ ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാന നിമിഷമാകുമ്പോൾ നോക്കാനെ കുറിച്ച് ആലോചിക്കാം, ചിന്തിക്കാം നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ഡോക്ടേഴ്സും പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടല്ലേ മരുന്ന് ദൂരെ പോകും, മരുന്നിൻ്റെ ഒന്നും ആവശ്യം വരും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ കൂടിയത് ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഞങ്ങൾക്കെല്ലാം എല്ലാം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചു വന്നു. അപ്പോൾ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പം തന്നെ ഞങ്ങളുള്ള ഒരു ചെറിയ പ്രയാസം കൂടെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ചിരിക്കുന്നവർ തന്നെ പ്രത്യേകിച്ച് 5 തെങ്കിലും ഉള്ളവർ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ പലരും ഞങ്ങൾ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണോ മറ്റെന്താണോ നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വീണ്ടും അവർ വീണ്ടും വിളിക്കും. ഞങ്ങളുടെ അവസാന നിമിഷം വരെ ഞങ്ങൾ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ ഒരു സന്തോഷം തന്നെ ഞങ്ങളുടെ ബോവൻ വരുന്നവരെ ഞങ്ങൾ കാത്തിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ബോവൻ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബോബന്റെ സമീപനം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കും. ബോബൻ വന്നിട്ട് നമുക്ക് പ്രോഗ്രാം തുടങ്ങിയാലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ബോബനെ ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് 50ാം വാർഷികത്തിൽ ബോബൻ വന്നിരിക്കുന്ന ബോബനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യണം നമ്മളെല്ലാവരും. അതൊക്കെ വരും, അതൊക്കെ തിരിച്ചു വരും. ഈ അടുത്ത കാലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ മക്കള് കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം നമ്മളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരൊക്കെ പല വഴിക്കും പോകും. പക്ഷെ നമ്മളെല്ലാം ഒരു കാര്യം ഒറ്റപ്പെട്ട് ഭാര്യ ഭർത്താവ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് ഒതുങ്ങുന്ന സമയമുണ്ട്. ആ സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരസ്പരം ക്ഷണിക്കുക. ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ സാഹചര്യങ്ങൾക്ക് ചിലർക്ക് കുഴപ്പമില്ല വരാൻ പറ്റും. ചിലരുടെയൊക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് അന്ന് മീറ്റിംഗ് കൂടി പറഞ്ഞ് ഫസ്റ്റായിട്ട് മലപ്പുറം ചില ആൾക്കാരെ പിള്ളേരെ കൊണ്ടുവിടണം. അപ്പോൾ അതിൽ ഒരാളറിയാം, ഒരാൾ പറഞ്ഞ് ആചാര്യ എന്തായാലും ചില പറഞ്ഞില്ലായിരിക്കും. പക്ഷെ എന്തായാലും പലപ്പോഴും നമുക്ക് മാനസികമായിട്ട് പ്രയാസം തോന്നാം. നമ്മളെല്ലാവരും ഇതുപോലെ 2 പേരും 3 പേരൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ പ്രയാസം തോന്നുന്നു. പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും എവിടെ ഇരുന്നാലും കഴിയുന്നത് ഒന്നുമല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ചിലരുടെയൊക്കെ സന്ധ്യാവന്തര പ്രാർത്ഥനയും മറ്റ് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്നോട് ഓർക്കും. അപ്പൊ ഞാനിപ്പോ ഇൻഡിവിജ്വൽ
പക്ഷെ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ യൂട്യൂബിൽ ഇതിൻ്റെ ഇതുണ്ട്, അത് വാട്സപ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, പറ്റുന്നില്ല. ഫേസ്ബുക്ക് മക്കളായി ഒരു 87 പേർക്ക് ഞാൻ രാവിലെ എല്ലാവർക്കും 87 പേർക്ക് ഗുഡ് മോർണിംഗ് ഇടും. 87 പേർക്ക് ഗുഡ് മോർണിംഗ്. അപ്പൊ ശ്രീകുമാർ ഇടയ്ക്കൊരു പക്ഷെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ആരെങ്കിലും ഇടുന്ന ചിത്രങ്ങൾ എടുത്തിടാതെ നീ ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ നീ ഒരു ഗുഡ് മോർണിംഗ് ജസ്റ്റ് ഒന്ന് വാദം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. പക്ഷെ 87 പേർക്ക് ഇടുമ്പോഴേ ചിലര് ഒരു 60-65 ആൾക്കാർ റിപ്ലൈ ഇടും, കറക്റ്റാണ് റിപ്ലൈ ഇടും. ചിലര് കാണും, കണ്ടിട്ട് പിന്നെ നടത്തുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ടെസ്റ്റ് നടത്തി നോക്കും. 7 ദിവസത്തിൽ 6 ദിവസം ഞാൻ ഗുഡ് മോർണിംഗ്, ഒരു ദിവസം ഞാൻ ഇടത്തില്ല. ഇടാതിരുന്നിട്ട് ഞാൻ ശ്രദ്ധിക്കും എനിക്ക് എത്ര പേര് തിരിച്ചുള്ളൂ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഏകദേശം ഒരു 10-60 ആൾക്കാർ എനിക്ക് ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നും അല്ലെങ്കിൽ ഇവരെല്ലാം എന്നെ ചിന്തിക്കുന്നല്ലേ, എന്നെക്കുറിച്ച് ആലോചിക്കുന്നല്ലേ, അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചിലരെന്നെ ചോദിക്കും നിനക്ക് തലയ്ക്ക് ചൂടാണ്, വെളുപ്പം രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ നീ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഇടുന്നു. ഞാൻ പറഞ്ഞ ആ സമയത്ത് എനിക്ക് ഓർമ്മ വരും പെടുന്നതാണ്. പക്ഷെ എന്നേക്കാൾ മുമ്പേ എനിക്ക് ഗുഡ് മോർണിംഗ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനും ചിന്തിക്കും ഇവർക്ക് ഉറക്കമൊന്നും ഇല്ലേ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇന്നലെ ഞാൻ വായിച്ച ഒരു സംഗതി മനസ്സിലാക്കിയതാണ്. നല്ലതുപോലെ ഉറങ്ങുന്നവർക്ക് അസുഖങ്ങൾ കുറവാണ്. പക്ഷെ നല്ലതുപോലെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുയോജ്യമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. അതല്ലാത്തവർക്ക് ഉറക്കം ഭയങ്കര ശല്യമാണ്. ഡോക്ടേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് ഉറങ്ങുന്നവർക്ക് അസുഖങ്ങൾ കുറവാണ്. അപ്പൊ നമ്മളെയൊക്കെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഉറക്കം ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ എന്നാലും അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഉറങ്ങും, കറക്റ്റായിട്ട് ആ ഒരു പീരീഡിൽ അവർ ഉറങ്ങുന്ന സമയം. പക്ഷെ എന്നാലും അവരെ സംബന്ധിച്ചോളം കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഉറക്കം ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഉറക്കം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാവണം. പക്ഷെ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെയൊക്കെ പഠിപ്പിച്ച സാറന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചില ഗുണങ്ങളായിരിക്കാം. നമുക്ക് ചില സാറന്മാരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ഒരുവിധമുള്ള എല്ലാ സാറന്മാരും ഇപ്പൊ എന്താണ് അറിയുന്നത്, കനകൻ ടീച്ചർ ഒരു വർഷം മുമ്പ് നമ്മളിൽ നിന്ന് വിട്ടുപോയിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ അന്ന് ഇന്നത്തെ സാറന്മാരെ പോലെയല്ല പഴയ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന്റെ ചരിത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് അന്നിപ്പോൾ ഉള്ള പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ ഒരു രീതിയിലാണ്. അപ്പൊ ഞങ്ങളുടെ ആ SLC പീരീഡിന്റെ തൊട്ട് മുമ്പേ ജയിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 പേരുണ്ടായിരുന്നു. 7 പേര് ജയിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച നമ്മളെ കോർപ്പറേറ്റ് മാനേജറോട് ചോദിച്ചു നിങ്ങൾ എത്ര പേര് ജയിക്കും. ഞങ്ങളെല്ലാവരും കൈ നോക്കി ജയിക്കുമെന്ന് പറഞ്ഞു, എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ജയിച്ച 7 പേരാണ്. ഞങ്ങളുടെ പീരീഡിൽ ജയിച്ച 7 പേരാണ്. അത് വിദഗ്ധം മറിക്കാനുള്ള നിൽക്കുന്നില്ല. അപ്പൊ ആ 7 പേരിൽ ഒരാളാകാൻ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ പറ്റാത്തതെന്നറിയോ, ഞങ്ങളുടെയൊക്കെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കറണ്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ഓലപ്പുരയാണ്, കറണ്ടില്ല. അപ്പൊ കറണ്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടിൽ കറണ്ടുണ്ട്. പക്ഷെ അവിടെ വരുമ്പോൾ അവരെന്ന് പറഞ്ഞ പഴയ ആൾക്കാരാണ്. അവിടെ ഞങ്ങൾ അമ്മയ്ക്കും അപ്പച്ചനൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ 5 മക്കൾ ഓടും. 5 പേരുണ്ട്. ഞങ്ങൾ 5 പേര് കൂടി അപ്പാപ്പൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ അപ്പാപ്പൻ്റെ വീട്ടിൽ അപ്പാപ്പ എന്തെന്നറിയോ, അന്ന് ഈ യാഥാസ്ഥിക കുടുംബമായതുകൊണ്ട് കൊന്തയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറയും. അപ്പൊ നമ്മൾ പഠിക്കണം, കറണ്ട് പോകും, കറണ്ടിന് ഇത്ര രൂപ അടയ്ക്കണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പഠിക്കാനും വേണ്ട സ്കൂൾ. അപ്പൊ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് നമ്മൾ ഇത്. പക്ഷെ ഇന്ന് നമുക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്കതൊന്നും പറ്റിയില്ല. അങ്ങനെയുള്ള മാനസികമായ വിഷമങ്ങൾ നമുക്കുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തന്നെ മക്കൾ പല വഴിക്കും പല സ്ഥലത്തുമൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും പരസ്പരം അവരൊന്നും അറിയില്ല, പലരെ അറിയില്ല. ചിലർ അറിയുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും സമയത്ത് എനിക്ക് ഗീതയെ അറിയാം. ഗീത മിക്കവാറും ഈ പാലത്തിന്റെ വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് വിളിക്കാൻ തോന്നും. എന്നാലും ഒരു ചെറിയ വിഷമം തോന്നി പിന്നെ മിണ്ടത്. പറയാം വേറെ ആൾക്കാരൊക്കെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഗീത എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കുമ്പോ ഗീത ചിലപ്പോ തിരിഞ്ഞു നോക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മിൽഡട്ട് ഞാൻ മിക്കവാറും ദിവസം കാണും ഇതുവഴി പോകുമ്പോൾ.
പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് നമ്മുടെ രത്നാകരനാണ്. കാരണം എന്താണെന്ന് അറിയോ, ഞാൻ ഒരു ദിവസം മിനിമം ഒരു 5-6 ട്രിപ്പെങ്കിലും ഇതുവഴി പോകുമ്പോൾ രത്നാകരൻ പിള്ളേരൊക്കെ കെട്ടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാം. പിന്നെ ചിലരേക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ തന്നെ നോക്കുമ്പോൾ അവരുടെ ആ പ്രൊഫൈൽ ഫോട്ടോയിലൊക്കെ കാണാം, പ്രത്യേകിച്ച് നമ്മുടെ വക്കീലിൻ്റെ 2 വക്കീലന്മാർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് തന്നത്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം, സഹനശക്തി ഉണ്ടായിരിക്കണം, നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സാഹചര്യങ്ങളൊക്കെ വളർന്നു വരാൻ സാധിക്കൂ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ 50-ാം വാർഷികം എന്നല്ല പ്രശ്നം, വീണ്ടും വീണ്ടും ഇതുപോലുള്ള വാർഷികങ്ങൾ നമുക്ക് ദൈവം നമുക്ക് അനുഗ്രഹത്തോടെ തരട്ടെ. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ആഗ്രഹം കൂടെ നടക്കട്ടെ. ഒരു 1 ട്രിപ്പ് മാക്സിമം ഇവിടെ ഉള്ളവരെല്ലാം ഒന്ന് ശ്രമിക്കുക. എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു ദിവസം പോയി ബഹളം വെച്ച് നമ്മളിങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് ഇന്നിപ്പോൾ 46 പേര് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും നമ്മുടെ ഈ ഗ്രൂപ്പ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഇവിടെ നേരത്തെ ആരോ പറയുന്നതായിട്ട് അടുത്ത വർഷം ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ആൾക്കാർ പറയും പിന്നെ നമുക്ക് ഇത് വേണോ വേണ്ടത്. ഒരിക്കലും നിർത്തരുത്. അവസാന നിമിഷം നമ്മൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. യാതൊരു കാരണവശാലും നമ്മൾ നിർത്താൻ പാടില്ല. അവസാനം വരെ പോകണം. എവിടെ വരെ പോകണം വരെ നമ്മളങ്ങ് പോട്ടെ. ആ ഒരു രീതിയിൽ ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും ആലപിക്കുകയാണ്. നീ ചുരിയും അനുരാഗ പൗർണമി നീ ചുരിയും അനുരാഗ പൗർണമി നീനായല്ലേ മറയല്ലേ നീല നിലാവുളി നീ മധുപകരും മലച്ചൊരിയും അനുരാഗ പൗർണമി മണിവിളക്ക് വേണ്ട മുമ്പിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം കളി പറഞ്ഞിരിക്കും ചിരി തുടങ്ങിയല്ലോ തൻ രാഗ സംഗീതം ഇരുകരളുകളിൽ ഇരുന്നു വന്നു മായാത്ത മധുമാസം നീ മായല്ലേ മറയല്ലേ നീല നിലാവുളി നീ മധുപകരു മലച്ചൊരി അനുരാഗ പൗർണമി മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു ഉടലറിയാതെ ഉലകറിയാതെ വെള്ളം ആവശ്യമുണ്ടോ? നീ മായല്ലേ മറയല്ലേ നീല നിലാവുളി നീ മധുപകരും മലച്ചൊരിയും അനുരാഗ പൗർണമി. നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എൻ്റെ ഭാവനാരസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി സുന്ദരമാം താരങ്ങളേന്തി വന്യപുഷ്പജാലം നിരയായി നിന്നെ വരവേൽക്കുവാനായി ഒരുങ്ങിയിരുന്നു. ആ
എൻ്റെ സ്വപ്നത്തിൽ താമരപ്പൊയ്കയിൽ വന്നിറങ്ങി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു. അപ്പോൾ എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപാഠികൾ, ഒരുമിച്ച് പഠിച്ച എല്ലാ സഹപാഠികളും എൻ്റെ ഹൃദയം നിറഞ്ഞ, അത് പറഞ്ഞില്ല, നമ്മുടെ ഈ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. 4ാമത്തെ വർഷം. 4ാമത്തെ. ഈ കഴിഞ്ഞ 4 വർഷത്തിലും ഡിസംബറിലല്ലേ നമ്മൾ നടക്കുന്നത്? ഡിസംബർ 3 വർഷത്തിൽ ഡിസംബറിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ നമ്മൾ കൂടാറുണ്ട്. എന്നെ പ്രധാനമായിട്ട് പാപ്പൻ ശ്രീകുമാർ, ഞങ്ങൾ വിളിക്കുന്ന പെറ്റ്നെയിം പാപ്പൻ ശ്രീകുമാർ, ജെറാൾഡ് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, പല വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ 3 നമ്മുടെ കൂട്ടായ്മകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അത് എൻ്റെ ചില സാങ്കേതിക പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് കാരണത്താലാണ്. വരാമായിരുന്നു. ഒന്ന് പ്രത്യേകിച്ച് കോവിഡ് സമയമൊക്കെ കഴിഞ്ഞ ആ ഒരു പീരീഡായിരുന്നു, കൊറോണ അങ്ങനെയൊക്കെ വെച്ച്. ആ കൊറോണയിൽ ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ഒരു ലീവിന് വന്നു. ആ സമയത്ത് ഒരു ജനുവരി 2020 ഫെബ്രുവരിയിൽ ഫസ്റ്റിൽ വന്ന് ഏപ്രിലിൽ പോകാനിരിക്കുമ്പോൾ മാർച്ച് 10 കൊറോണ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കേരളത്തിൽ. 31 മാർച്ച് 20 ഡിസംബർ 31 നമുക്ക് മൊത്തത്തിൽ അടഞ്ഞ് ചൈനയിലൊക്കെ വന്ന് അങ്ങനെയാണ് COVID-19 വന്നത്. അതിനുശേഷം ഈ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. ഏതാണ്ട് മാർച്ച് 15 വരെയൊക്കെ ഞാൻ തിരിച്ചു പോയി ജോലിയിൽ ചേരാനായിട്ടുള്ള ടിക്കറ്റൊക്കെ കൺഫേം ചെയ്തിരിക്കുമ്പോഴാണ് മാർച്ച് 15 സ്പ്രെഡാവുന്നു, കൂടി വരുന്നു. പല രാജ്യങ്ങളിലും കൂടുന്നു, ഇന്ത്യയിൽ കൂടുന്നു, സ്റ്റേറ്റുകൾ അങ്ങനെയായി. മാർച്ച് 25 2020 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നമ്മുടെ ഇൻ്റർനാഷണൽ രീതിയിൽ. ആ പ്രഖ്യാപനത്തിൽ നമ്മൾക്ക് എല്ലാ രാജ്യവും പൂട്ടി, എയർപോർട്ട് പൂട്ടി, എല്ലാം പൂട്ടി, വഴി അടഞ്ഞു, പോകാനുള്ള എല്ലാ മാർഗവും കടന്നു. അതിനുശേഷം ഏതാണ്ട് സ്പ്രെഡായി മരണങ്ങൾ നടക്കുന്ന നമുക്ക് പിന്നെ ഇവിടെയും നമുക്ക് ചങ്ങലയുണ്ടാക്കി. നമുക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, പ്രോട്ടോക്കോൾ, ക്വാറന്റീൻ. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരെയും കാണാൻ പറ്റിയില്ല. ആ ഒരു 3 വർഷം നമ്മൾ ഒരുപാട് അനുഭവിച്ചു. അതിൽ സകലരും മരണപ്പെടുകയും ചെയ്തു. എനിക്ക് പോകാൻ പറ്റായിരുന്നു. ഏതാണ്ട് ഒരു 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കമ്പനിയോട് പറഞ്ഞു. അവരെനിക്ക് വേണ്ടി വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മളൊക്കെ ഏജിലായി, എബോവ് 55 അവർ വിസ ഇഷ്യൂ ചെയ്തത്. സോറി, ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്തത്, കമ്പനിയല്ല. നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് അതായത് ഗവൺമെൻറ്. അങ്ങനെ പോകാൻ പറ്റിയില്ല, നാട്ടിലായിപ്പോയി. അതിൻ്റെ ഒരു വളരെ മാനസികമായൊരു കാരണം ഞാൻ നിങ്ങളോടൊരു ഇത് പറയല്ല, എനിക്ക് അത് നല്ലൊരു ജോലിയായിരുന്നു. ആ ജോലി നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു നഷ്ടം തന്നെയാണ്. ഞാൻ അവിടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിത്ത് ഇത് ലൈസൻസ് എല്ലാം ഉണ്ടായി. ഞാൻ അവസാനം ഖത്തറിലായിരുന്നു. അതും ഖത്തറിൻ്റെ ഡെവലപ്പ് സമയത്താണ് ഞാൻ അവിടെ. ഞാൻ സ്പെയർ പാർട്സ് ഡിവിഷനിലായിരുന്നു വെഹിക്കിൾ. അങ്ങനെ തിരികെ പോകാൻ പറ്റിയില്ല. എൻ്റെ ലൈസൻസും എല്ലാം എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. എന്തായിരുന്നാലും ഇന്ന് എന്നെ ക്ഷണിക്കുകയും എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എത്തണമെന്നുള്ള ഒരു വാശി എനിക്കുണ്ടായി. വരണമെന്ന് തന്നെ തോന്നി. ഞാൻ അദ്ദേഹത്തിനോട് ശ്രീകുമാറിനോട് വിളിച്ച് അറിയിച്ച് ഞാൻ വരും. അത് ചിലപ്പോൾ ലേറ്റാവും, അറിയില്ല, ഞാൻ എത്തിയില്ല. അതുകൊണ്ട് സ്വല്പം താമസം എനിക്ക് വേണ്ടി കേട്ടാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് വേണ്ടി അങ്ങേറ്റം നന്ദി. 4 വർഷം കാത്തിരുന്നു. എല്ലാവരോടും കടപ്പാടുണ്ട്. ഇനിയും നമുക്ക് അടുത്ത വർഷം, ഈ വരുന്ന ഡിസംബറിലുണ്ടായി വർഷം നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് അത് നമുക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും നമുക്ക് നേരത്തെ നമ്മുടെ
അൽഫോൺസ് പറഞ്ഞ കണക്ക് ഇങ്ങനെ നമുക്കിനി വീണ്ടും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കും ജർമ്മനി വല്ലതും പറയാനുണ്ടോ? നിർത്തണ്ട. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാനും അതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ ഇനിയും അടുത്ത പ്രാവശ്യം നമ്മൾ കാണാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ഞാൻ. അതേപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ 2 പേര് മരണപ്പെട്ട് ഏറ്റവും ശക്തമായി ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിക്ക് എൻ്റെ അടുത്തിരുന്ന് നമ്മളോടൊപ്പം കഴിക്കുകയും സംസാരിക്കുകയും സന്ദർശിക്കുകയും ചെയ്ത മെഡോണ. ഞങ്ങളെല്ലാം അതൊരു പ്രിയമാണ്. ഞങ്ങളെല്ലാവരും ആ മരണത്തിന് പങ്കെടുക്കും. അതൊരു വലിയ നഷ്ടമാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇപ്പം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ പോകണം. പക്ഷേ മരണം എന്നുള്ളത് നമ്മുടെ പിന്നിലുണ്ട് എന്ന് നോക്കണം. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം സമയം നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും കാണുമ്പോഴും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഫോണിലൂടെ എല്ലാവർക്കും അൽഫോൺസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് ബന്ധപ്പെട്ട് പോകണം. എങ്കിലും നമുക്ക് കൂടാനുള്ള സമയം നമുക്ക് മനസ്സിൽ രൂപപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ശ്രീകുമാർ എല്ലാവരും പറഞ്ഞതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് നമുക്ക് വീടുകളിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടി എല്ലാവർക്കും ജോലി തിരക്കുള്ളവരുമൊക്കെയാണ്. എങ്കിലും ജോലി തിരക്കില്ലാത്തവരെല്ലാം ആ ഒരു വണ്ടി ട്രിപ്പ് എല്ലാവരും സഹകരിക്കണം, എല്ലാവർക്കും പോകണം. കാരണം നാളത്തെ എന്നൊരു ദിവസം നമുക്ക് വേണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിച്ചു കഴിഞ്ഞാൽ നാളെ ദിവസത്തെ പറ്റി അത് പിന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചിന്തിക്കേണ്ട. എല്ലാവരും സന്തോഷത്തോടെ അതിലെല്ലാവരും എടുക്കണം. ഇപ്പം വന്ന കൂടി എല്ലാവർക്കും എൻ്റെ വളരെ സ്നേഹം. ഞാൻ എൻ്റെ മനസ്സിൽ നിറയെ സന്തോഷം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യങ്ങളാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ അത് എല്ലാം ഒരുമിച്ചെല്ലാം ശ്രീകുമാർ കണ്ട പ്രാവശ്യമുള്ള ശ്രീകുമാറിനെ ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും മതി വരുന്നില്ല. ശ്രീകുമാർ ശരിക്കും പ്രയത്നിക്കും. നമ്മളൊക്കെ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് അവൈഡ് ചെയ്ത് കളഞ്ഞാലും അവൻ എന്താ വിലോപന ഒന്ന് വിളിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എന്തിനും വിലക്കെട്ട്, എന്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചെങ്കിലും അതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആകാമെന്നുള്ള അവൻ്റെ ആ ചിന്ത. അതേപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അൽഫോൺസ് പിന്നെ ശ്രീകുമാർ പിന്നെ എല്ലാവരും ഞങ്ങൾ 3-4 പേർ ഒരുമിച്ച് ഇല്ലടാമോ അല്ലേ ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ 4-5 പേർ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെല്ലാവരും പരസ്പരം എല്ലാവരും 4-5 പേര് ചേർന്ന് നിങ്ങൾ പരസ്പരം കാണാൻ ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് എല്ലാവരും. അപ്പം നമുക്ക് വരാനുള്ള ആ ഒരു ദിവസം നമ്മുടെ അടുത്ത് ഉടനെ നമുക്ക് കൂടാമെന്നുള്ളൊരു മനോഭാവം നമ്മുടെ മനസ്സിൽ അടിത്തറമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും സന്തോഷത്തോടെ എനിക്ക് ഈ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ശ്രീകുമാറിനും നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഇതിൽ ദൈവത്തിന് ഞാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ 50 വർഷം എവിടെ പോയി എന്നറിഞ്ഞുകൂടാ. ഈ 50 വർഷം ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായിരുന്നു. വിവാഹം കഴിഞ്ഞിരുന്നു, കുടുംബമായി, മക്കളായി, എല്ലാവരുമായി കഴിഞ്ഞു പോയി. പക്ഷേ നമ്മളെ ഈ കൂടുതൽ ഉണർത്തിയതും ഈ ഒരുമിച്ച് കൂട്ടിയതും ഈ 3 സഹപാഠികളാണ്. ശ്രീകുമാർ, ജെറാഡ്, അൽഫോൺസ്. പക്ഷേ അൽഫോൺസ് എപ്പോഴും കൊല്ലത്ത് വരും. പക്ഷെ കണ്ടാലും കാണാത്ത അണക്കങ്ങ് കാരണം അവരുടെ ബന്ധുവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടരിയില്ല. അപ്പോൾ ഈ ആൾ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ പുറത്തിറങ്ങും. പക്ഷെ ഇയാളെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോയി കളയും. അപ്പോഴും കാണത്തില്ല. അപ്പോഴും ഞാൻ ആലോചിച്ച എങ്ങനെയെന്ന് പറയാം, ഏതെങ്കിലും ഒരു ദിവസം ഈ കണ്ട് മുട്ടുമെന്നുണ്ടെങ്കിൽ കണ്ട് ഇടി കൊടുക്കണം. അപ്പോഴാ എനിക്കൊരു ദിവസം എൻ്റെ അളിയൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് അഞ്ചെങ്കിലുള്ള നിന്നോട് പഠിച്ച അൽഫോൺസിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ന ആളിൻ്റെ ചെറുമകൻ, ഇന്ന ആളുടെ മകൻ, പിന്നെ എന്തുവാ അത് അവൻ ഇവിടെ ഞങ്ങളുടെ സംഘത്തിലെ ഒരു ആളാണെന്ന് പറഞ്ഞു. കാര്യം ഇയാളുടെ ഫോൺ നമ്പർ വേണം. സംസാരിച്ച് വന്നപ്പോഴാണെന്ന് അൽഫോൺസിൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അളിയൻ്റെ ഭാര്യയാണ്. അത് നമ്പർ കൊടുത്ത് തീർന്ന് ശ്രീകുമാറിന് ഒരു ഫോൺ കോൾ വന്നത്. പക്ഷെ ഒത്തിരിയേറെ നന്ദിയുണ്ട് ശ്രീകുമാറിന്. കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കൂട്ടുകാർ തമ്മിൽ വഴക്ക് കൂടുമ്പോഴും പിണങ്ങിയിരിക്കുമ്പോഴും ഇയാൾ ഓടി വന്നുകൊണ്ട് എല്ലാവരെയും ഈ ഒന്നിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന് മുന്നോട്ട് നിൽക്കുകയായിരുന്നു ശ്രീകുമാർ. ഒരു ദിവസം അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രീകുമാറിനെ കാണും, വിനുവിനെ കാണും.
പിന്നെ ദൂരോട്ട് പോയപ്പോൾ പിന്നെ ആരുമില്ല. പിന്നെ കൂടുതൽ കാണുന്ന അൽഫോൻസിനെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഈ കൊല്ലത്ത് വരുമ്പോഴത്തേക്കും കാണും, പിന്നെ പോട്ടെ. പക്ഷേ എങ്കിലും ഇവർ 3-4 പേര് ശ്രമിച്ചപ്പോഴത്തേക്കും നമ്മളെ നഷ്ടപ്പെട്ട് കിടന്ന സൗഹൃദം വീണ്ടും തിരിച്ചു കിട്ടാനും വീണ്ടും കാണാനും പരസ്പരം പങ്കുവെക്കാനും. അയ്യോ അന്ന് നമ്മൾ കണ്ട മുഖമല്ലല്ലോ എന്ന്. അതാണ്ട് ഫസ്റ്റിൽ വന്നപ്പോഴും ഞാൻ ഇവരോട് ചോദിച്ചു ബോബൻ വന്നോന്ന് ചോദിച്ചു. അപ്പോൾ ബോബൻ്റെ അന്നത്തുള്ള കൊച്ചു മുഖവും ആ ചുടുചുടുപ്പുമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ ആ സൗന്ദര്യം എല്ലാം ഒന്നല്ലാതെ പാഴുവേല പോലെ വന്നു കൂടി. എങ്കിലും ഈ പ്രാവശ്യം ബോബനെയും കൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കൃപ കിട്ടിയതുകൊണ്ട് ഒരുമിച്ച് വീണ്ടും ചേർന്നു. ഇനിയും നമ്മൾ ഒരുമിച്ച് കൂടട്ടെ. ഒത്തിരിയേറെ സന്തോഷം ഇതാണ്. നമ്മൾ നഷ്ടപ്പെട്ട സൗഹൃദ ബന്ധങ്ങൾ വീണ്ടും ഓരോ വർഷങ്ങളിൽ നമ്മളെ പുനഃസ്ഥാപിച്ച് ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് വരുന്ന ശ്രീകുമാർ, ജെറാൾഡ്, അൽഫോൻസ്, പിന്നെ മറ്റുള്ള അവരെയൊക്കെ അടിച്ച് അത് നമ്മുടെ ഭാഷയാണ്. നമുക്കത് വിട്ടുള്ളൊരു കളിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്താന്ന് എന്നെ വിളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ജെറാൾഡ് ശ്രീകുമാറായിട്ട് വന്നു. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ വന്നിട്ട് ഫോൺ വിളിച്ച് കാറ് നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വരും. ഞാൻ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് വരാതെ ഇവർ കാറ് പള്ളിയുടെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്ന് വരികയാണ്. ഞാൻ ഫോണും കൊണ്ട് വന്ന് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടും കൂടെ നടന്നു വരുന്നു. ഈ കാർ ഈ വഴിക്ക് വന്നുകൂടെ നീക്കി എന്ന് പറഞ്ഞു. ഒരടി കൊടുത്ത് കള്ളത്തറ പറയണം. വലിയൊരു അടി കൊടുത്തതുകൊണ്ട് കൊച്ചടി കൊടുത്തത്. ഓ എൻ്റെ ദൈവമേ, വലിയ അടിയായിരുന്നെങ്കിൽ. നമ്മൾ ഭാര്യമാരൊക്കെ എല്ലാവരെയും പരസ്പരം നമ്മളെ കണ്ട് പരിചയപ്പെട്ട്, പക്ഷെ അവിടെ ഓർക്കും എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി. പിന്നെ എനിക്ക് എൻ്റെ ഈ അസുഖ വിവരം അറിഞ്ഞ് എനിക്ക് സഹായം ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 കോടി നന്ദി. പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യമാരുടെ മാണിക്ക കല്ലു തരാമോ? കടലിനക്കര പോണോരേ, കാണാ പൊന്നിൽ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക കല്ലു തരാമോ? ചന്ദന തോണിയേറി പോണോരേ, നിങ്ങൾ പോയി 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 വരുമ്പോൾ. ചന്ദന തോണിയേറി പോണോരേ, നിങ്ങൾ പോയി 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 വരുമ്പോൾ എന്തുകൊണ്ടുവരും? വെണ്ണത്തകിമാരടിയും നാണത്തിൻ മുത്തു തരാമോ? കടലിനക്കര പോണോരേ, കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക കല്ലു തരാമോ? പുഷ്പകത്തോടിയേറി പോണോരേ, നിങ്ങൾ പോയി 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 വരുമ്പോൾ. പുഷ്പകത്തോടിയേറി പോണോരേ, നിങ്ങൾ
താലി തരാമോ ഓഹോ